രാഷ്ട്രീയം ഒരു ചൂതാട്ടം തന്നെയാണ്. അങ്ങനെയൊക്കെ അല്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും പഴയകാല രാഷ്ട്രീയമല്ല ഇപ്പോഴത്തേത്. ഒരു ഗെയിം ചേഞ്ച് മോഡ് ഏത് നിമിഷവും എവിടെയും പ്രതീക്ഷിക്കാം. തീരെ പ്രതീക്ഷിക്കാത്ത നേതാക്കളും ഗെയിം ചേഞ്ചർ ആകുന്നത് തന്നെ. കേട്ടാൽ ഞെട്ടുന്ന, ആരും തീരെ പ്രതീക്ഷിക്കാത്ത മനുഷ്യർ കൂടെ വിട്ട് കൂടുമാറുന്നു. കുടുംബാസൂത്രണ പാർട്ടി എന്ന് കളിയാക്കിയ BJP എന്ന പാർട്ടി രാജ്യം ഭരിക്കുന്ന കാലത്താണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. അവർക്ക് കേരളത്തിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിയ കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. ഇത്തവണ അവർക്ക് തിരിച്ചു പിടിക്കണമെന്നത് അവരുടെ അജണ്ടയാണ്. അതിനവർ നടത്തിയ കളികളിൽ ചിലതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ എന്ന പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവിനെ അവർ BJPയിലേക്ക് ചാക്കിട്ട് വലിച്ചു എന്നതും അതിൽ MP-യുടെ ഡീലുകൾ ചിലത് പാളിയതുകൊണ്ട് EP പോയില്ല എന്നതാണ് സത്യം. ഇതാ പുറത്തു വന്നതുകൊണ്ട് അവർ അതിന് തുടരില്ല എന്ന് കരുതുന്നുണ്ടോ? ഇതിപ്പോൾ BJPയിലേക്കെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയേറെ ചർച്ച വിഷയമാവുന്നത്. കാരണം BJP വർഗീയ പാർട്ടിയാണെന്ന പ്രതീതി വച്ചിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ BJP മൂന്നാമതും രാജ്യം ഭരിക്കുമെന്ന ഈ ഒരൊറ്റ എണ്ണം ചോദിച്ചിട്ടില്ല. മാത്രമല്ല BJP മാറി, എല്ലാവരെയും ഉൾക്കൊള്ളാൻ തുടങ്ങി. ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ആ പാർട്ടിയിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയി എടുക്കേണ്ടി വരുന്നത്. LDF കൺവീനർ മാത്രമല്ല, കേരളത്തിലെ 7ഓളം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ആലപ്പുഴ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. സ്വന്തം പ്രസ്ഥാനത്തിനേക്കാളും ശരിയെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പലരും BJPയിലേക്ക് എത്തുന്നതെന്നും ശോഭ പറയുന്നു. കൊലക്കത്തി താഴെ വയ്ക്കാൻ തയ്യാറായത് ചങ്കുറപ്പുള്ള നേതാവ് ആഭ്യന്തരമന്ത്രി ആയതിനാലാണ്. രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് അമിത്ഷാ ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷം ഇതിന് തയ്യാറായത്. ആ ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ടെന്നും ശോഭ പറയുന്നു. പാലക്കാട് ആലത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു ശോഭയുടെ തുറന്നു പറച്ചിൽ. ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ. കേരളത്തിലാകമാനം അത് സംഭവിച്ചിട്ടുണ്ട്. ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് അവരുടെ സഹായത്തോടെ ആലപ്പുഴയിലെ നന്ദു, രഞ്ജിത്ത്, ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേരെയാണ് കൊലപ്പെടുത്തിയത്. ആരിഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ LDFന്റെ കൊടിക്കൊപ്പം PDPയുടെ കൊടിയും ഉണ്ടായിരുന്നുവെന്നും ശോഭ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് EP ജയരാജൻ BJPയിലേക്ക് വരാനായി ചർച്ച നടത്തിയിരുന്നുവെന്ന വൻ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. തെളിവുകൾ ഉൾപ്പെടെയായിരുന്നു വെളിപ്പെടുത്തൽ. ശോഭയുടെ ആരോപണങ്ങൾ EPയും സമ്മതിച്ചിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്നുമാണ് EP മാധ്യമങ്ങളോട് പറഞ്ഞത്. EP പറഞ്ഞ ന്യായീകരണമെല്ലാം ഇനിയുള്ള രാഷ്ട്രീയ കേരളത്തിൽ വിലപ്പോകാത്തതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് തിരിച്ചടിയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഇടത് കൺവീനർ EP ജയരാജന് ഏൽക്കേണ്ടി വരും. ദല്ലാൽ നന്ദകുമാറുമായി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതാണ് ഇതിന് കാരണം. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടായ ഈ വിഷയം CPMന് വലിയ തിരിച്ചടിയാണ്.